കരുത്തരാണ്, അറേബ്യൻ ആവേശമാണ്, യൂറോപ്യൻ ശൈലിയാണ്. മൊറോക്കൻ സൗന്ദര്യ ഫുട്ബോളിന്റെ ആണിക്കല്ല് ഈ സാംസ്കാരിക വൈവിധ്യമാണ്. അണ്ടർ 20 ലോകകപ്പിൽ 6 കിരീടം കൈവശമുള്ള അർജന്റീനയെ തകർത്ത് ചാമ്പ്യന്മാരായതോടെ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ തിരിച്ചുവരവിന് കൂടിയാണ് മൊറോക്കോ വഴിമരുന്നിട്ടത്. വെറുമൊരു കിരീടം നേടുകയായിരുന്നില്ല മൊറോക്കോയുടെ കുട്ടികൾ. ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവീദിനെ പോലെ വമ്പൻ പേരുകാർ ഒന്നൊന്നായി മൊറോക്കോയുടെ ജൈത്രയാത്രയിൽ തലകുനിച്ചു മടങ്ങി. ലോകകപ്പിൽ വന്നുപെട്ടത് മരണ ഗ്രൂപ്പിൽ. എതിരാളികൾ സ്പെയിനും ബ്രസീലും മെക്സിക്കോയും. ഗ്രൂപ്പ് കടക്കില്ലെന്ന് വിധിയെഴുതിയവർ പോലും ഞെട്ടി. ആദ്യ മത്സരത്തിൽ സ്പെയിനിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് തുടക്കം. രണ്ടാം മത്സരത്തിൽ ബ്രസീൽ മൊറോക്കൻ വീരത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. ജയം 1-2 ഗോളിന്. മൂന്നാം മത്സരത്തിൽ മെക്സിക്കോയോട് തോറ്റെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ടിലേക്ക്. പ്രീ ക്വാർട്ടറിൽ ദക്ഷിണ കൊറിയയും ക്വാർട്ടറിൽ അമേരിക്കയും മൊറോക്കോയ്ക്ക് മുന്നിൽ വീണു. ആവേശപ്പോര് കണ്ട സെമിയിൽ ഫ്രാൻസിനെ മറികടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. ഒടുവിൽ കലാശപ്പോരിൽ ഏറ്റവും അധികം ചാമ്പ്യന്മാരായ അർജന്റീനയെ തകർത്ത് കിരീടം. കിരീടത്തിനായുള്ള പോരിനിടയിൽ സ്പെയിൻ, ബ്രസീൽ, ഫ്രാൻസ്, അർജന്റീന ഈ 4 മുൻ ചാമ്പ്യന്മാരെയാണ് മൊറോക്കോ മറികടന്നത്. കഴിഞ്ഞ ഫിഫ ലോകകപ്പിൽ സെമിയിലെത്തി ഏവരെയും ഞെട്ടിച്ചിരുന്നു മൊറോക്കോ. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കരയിപ്പിച്ചാണ് ഖത്തറിൽ നിന്നും മൊറോക്കോ പറഞ്ഞുവിട്ടത്. കിരീട പ്രതീക്ഷയുമായി വന്ന സ്പെയിനിന് മടക്ക ടിക്കറ്റ് നൽകിയതും മൊറോക്കോ തന്നെ. 2030 ലോകകപ്പിന് സ്പെയിൻ, പോർച്ചുഗൽ രാജ്യങ്ങൾക്കൊപ്പം ആതിഥേയരാകുന്ന മൊറോക്കോ ഫുട്ബോളിൽ വലിയ സ്വപ്നം കാണുകയാണ്. ഇത്തവണത്തെ ലോകകപ്പിനും യോഗ്യത ഉറപ്പിച്ച മൊറോക്കോ അണ്ടർ 20 ലോകകപ്പ് വിജയത്തിലൂടെ എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ലോക കിരീടത്തിൽ മുത്തമിടുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ ആകുമോ? ദൃഷ്ടാന്തങ്ങൾ സത്യമെങ്കിൽ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.